its importance and its acceptability is increasing day by day. In fact, if you see, in the last 10 to 15 years itself, yoga has caught up to such an extent that today yoga is a world entity. And it is no wonder that in 2014, precisely on September 27th, when our Honorable Prime Minister of India, Sri Narendra Modi ji, proposed to the UN that an International Day of Yoga should be celebrated. More than 160 countries joined in unison to accept this proposal. And that shows the kind of acceptability that yoga has received in all these countries. You may know yet another fact that last year, a Saudi Arabian national named Nauf al-Marwai was awarded the Padma Shri by the Honorable President of India in recognition of her contribution towards popularizing yoga in Saudi Arabia. And due to her contribution and the contribution of like-minded persons in Saudi Arabia, today yoga is accepted as a mainstream discipline in Saudi Arabia. And not only that, you will find that Saudi Arabia has gone ahead to include yoga as a core discipline at the school level itself. That itself shows the extent to which yoga has grown. Yoga, we all know, is a panacea for ills, thousands of ills. And in times of pandemic like COVID, we can find that yoga has emerged as a major mechanism which could actually relieve stress and make ourselves part and parcel of the normal everyday life. In fact, yoga practitioners across the world have contributed a great deal in alleviating the pains of the pandemic. And I'm sure that with contributions of great practitioners in this field, definitely yoga will play a major role in alleviating the pains associated with the COVID-19 pandemic the world over. ഇപ്പം നമ്മൾ യോഗയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യോഗ നമ്മൾ മേജറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പതഞ്ജലി മഹർഷിയായിട്ടാണ്. പക്ഷേ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ അദ്ദേഹത്തിന്റെ വളരെ മുമ്പ് തന്നെ യോഗ ആസ് എ ഡിസിപ്ലിൻ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തന്നെ പശുപതിയുടെ സീൽ ഉപയോഗിക്കുമായിരുന്നു ട്രേഡിനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കും. അപ്പൊ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പശുപതി യോഗിക് പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം 2500 വർഷം മുമ്പ് തന്നെ യോഗ ഇന്ത്യയിൽ ഒരു മെയിൻ സ്ട്രീം ഡിസിപ്ലിൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ യോഗ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ തന്നെ യോഗ ഫോർ വെൽനെസ് ആണ്. അതിൽ വലിയ അതിശയമില്ല. എന്താന്ന് വെച്ചാൽ ലോകം മുഴുവൻ COVID-19 പാൻഡമിക് ആയിട്ട് ഗ്രസ്തമായിട്ട് ഇരിക്കുന്ന ഈ സമയത്ത് യോഗ ഫോർ വെൽനെസ് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു തീമാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയ ഡോക്ടർ ബാലകൃഷ്ണൻ സർ. അദ്ദേഹം ഇൻഫാക്ട് ഒരു വളരെ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള യോഗ പ്രാക്ടീഷണറാണ്. അദ്ദേഹത്തിന്റെ ഫെയിമും അദ്ദേഹത്തിന്റെ എഫേർട്ടും കൊണ്ട് വടകരയിലും ബിയോണ്ട് വടകരയും യോഗ ഒരു മെയിൻ സ്ട്രീം ഡിസിപ്ലിൻ ആയിട്ട് അക്സെപ്റ്റ് ആകുന്നതിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കണ്ടിട്ട് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റും യോഗയുടെ ഫീൽഡിൽ അവാർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള എഫേർട്സ് കൊണ്ട് യോഗ ഇന്ന് വടകരയിൽ ഒരു മെയിൻ സ്ട്രീം എലിമെന്റ് ആയിട്ട് ജനറൽ പബ്ലിക് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യോഗഭാരതി യോഗിക് റിസർച്ചിന്റെ മേളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ്. അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയാനും ഞങ്ങളുടെ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ അറ്റ് ദ ഫോർമോസ്റ്റ് ഐ വിഷ് ടു വെൽക്കം യോഗാചാര്യ ബാലകൃഷ്ണൻ sir to this program, and I'm sure all of you will be gaining a great deal from the wonderful exposition that Yogacharya sir would definitely be presenting here. അദ്ദേഹത്തിന്റെ
കുറച്ചു കാലമെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, യോഗയുടെ തിയറിയും പ്രാക്ടീസും ഇത്ര മനോഹരമായി ബ്ലെൻഡ് ചെയ്യാനായിട്ട് വേറെ ഞാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് ആ കഴിവ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് യോഗാചാര്യ ശ്രീ ബാലകൃഷ്ണൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പോസിഷനോ അദ്ദേഹത്തിന്റെ ലെക്ചർ വഴി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വന്നിരിക്കുന്ന കോർഡിനേറ്റേഴ്സ്, അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ്, സ്റ്റഡി സെന്റർ സ്റ്റാഫ്, സ്റ്റുഡൻസ്, ജനറൽ പബ്ലിക്കിലെ ആൾക്കാർ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല എൻ്റെ ഓഫീസിലെ കൊലീഗ്സ് ഡോക്ടർ പ്രമീള, ഡോക്ടർ പ്രവീൺ, അത് മാത്രമല്ല ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ എല്ലാവരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And I am sure that all of us will gain a great deal from the eloquent exposition that Balakrishnan sir is going to deliver today. Without wasting much of our time, let me hand the stage over to Pramila madam, who will be introducing in greater detail Balakrishnan sir. Over to you, Pramila. Thank you, sir. Thank you, sir. I think I am audible, sir. Am I audible? You are audible. Perfectly audible, madam. ആദരണീയനായ യോഗാചാര്യ ഡോക്ടർ ബാലകൃഷ്ണൻ സാർ, ബഹുമാനപ്പെട്ട റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എം രാജേഷ് സാർ, നമ്മുടെ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ്, റീജിയണൽ സെന്ററിലെ സ്റ്റാഫ്, എസ്പെഷ്യലി അവർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രവീൺ സാർ, വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ യോഗാ ദിനം ആഘോഷിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ജൂൺ 21 ഡിക്ലെയർ ചെയ്തിട്ട് എല്ലാ യോഗ ഡേയിലും നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട യോഗാചാര്യൻ ഡോക്ടർ ബാലകൃഷ്ണൻ സാറിനെ തന്നെ നമുക്ക് ഈ വർഷവും ലഭിച്ചു എന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. യോഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, യോഗയുടെ ആദ്യ ഗുരു അതായത് നമ്മുടെ ഗോഡ് ശിവയാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ ഓർക്കേണ്ട വ്യക്തി. അങ്ങേരുടെ ഒരു ഉപഹാരമാണ് യോഗ എന്ന് പറയുന്നത് ഭാരതത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന മറ്റൊരു കാര്യം, ഇന്ത്യക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപഹാരമാണ് യോഗ. ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം യോഗാ ദിനമായിട്ട് ആചരിക്കുകയാണ്. ആ യോഗാ ദിനം ആചരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ഭാരതത്തിന്റെ ഈ മഹത്തായ കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഓർക്കുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള യോഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് സാറ് പറയും. ബാലകൃഷ്ണൻ സാറിനേക്കാൾ ഭംഗിയായിട്ട് യോഗയെ കുറിച്ച് പറയാനുള്ള ആൾക്കാർ വളരെ വിരളായിരിക്കും. ഏതായാലും വടകരയിൽ അത്തരത്തിൽ മറ്റൊരാളും കോമ്പീറ്റ് ചെയ്താൽ കോഴിക്കോട് ജില്ലയിൽ പോലും നമ്മുടെ ബാലകൃഷ്ണൻ സാറിന്റെ അത്രമാത്രം തിയറിയും പ്രാക്ടിക്കലും സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉചിതമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. അതത്രയും മാത്രം നമുക്ക് ദൃഢമായിട്ട് തന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറിന് ഗ്ലോബൽ അക്കാഡമി ഫോർ പീസ് ആൻഡ് എഡ്യൂക്കേഷനിലെ സാറിന്റെ 40 വർഷത്തെ യോഗയിലുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കണക്കിലെടുത്ത് ഓണററി PhD നൽകിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യാണ്, അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ആസ് എ സ്റ്റുഡന്റ് ഓഫ് ബാലകൃഷ്ണൻ സാർ, നേരത്തെ രാജേഷ് സാർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ബാലകൃഷ്ണൻ സാറിന്റെ ശിഷ്യന്മാരായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്നാലും എത്രമാത്രം കേട്ടാലും മടുക്കാത്ത ക്ലാസ്സുകളാണ് അദ്ദേഹത്തിന്റെ സംസാരം. യോഗയെക്കുറിച്ച് പറഞ്ഞാലും ദിവസവും നമ്മൾ ചെയ്താലും എല്ലാം സാറിന്റെ ഓരോ വാക്കും പുതിയൊരു അനുഭവമായിട്ട് നമുക്ക് മാറുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. 40 വർഷത്തെ നീണ്ട പരിചയം അദ്ദേഹത്തിന് യോഗ ഫീൽഡിലുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ യോഗ സെന്ററുകളിലെല്ലാം പോയിട്ട് പുതിയ അപ്ഡേഷന് വേണ്ടി അദ്ദേഹം പോവുകയും ബാംഗ്ലൂരു, ബീഹാർ യോഗ ഭാരതി തുടങ്ങി എല്ലായിടത്തും പോയിട്ട് അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ബാലകൃഷ്ണൻ സാറ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് ബാലകൃഷ്ണൻ സാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. സാറിന്റെ പിന്നെ ലെക്ചറിങ് എന്ന് പറയുന്നില്ല, യോഗയെ കുറിച്ചുള്ള സാറിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ കോവിഡ് പീരീഡിൽ നമുക്കറിയാം ലോകരാജ്യങ്ങൾ ഒട്ടാകെ ഇന്ത്യയെ ഉറ്റുനോക്കിയിരുന്ന ഈ സന്ദർഭത്തില് യോഗയ്ക്ക്
ഈ പാൻഡമിക് പീരീഡിലുള്ള പ്രാധാന്യവും കൂടി നമുക്കറിയാം. മാത്രമല്ല നമ്മളറിയാം ഇന്ന് സംഗീത ദിനം കൂടിയാണ് എന്നുള്ളത് കൂടി ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത്തരത്തില് ഒരു സംഗീത ദിനമാണ് നമ്മളെ യോഗ ഡേക്ക് വേണ്ടിയിട്ട് ലോക യോഗ ഡേ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത്. അപ്പൊ ഏതായാലും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ആദരണീയനായ യോഗാചാര്യ പരിപാടി സർ ബാലകൃഷ്ണൻ സാറിന് പരിപാടിക്ക് വിളിക്കട്ടെ അല്ലേ സർ? രാജേഷ് സാർ, ഹലോ. അതെ സാറേ, അതെ മാഡം, വിളിച്ചോളൂ. സാറിനെ കോടിയിലായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ സാർ. സമ്മതമായ പ്രഭാഷണങ്ങൾ ഈ ആചരണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗാചരണം അതിന്റെ പ്രഥമ വർഷമായ 1914 ഇഗ്നുവും യോഗഭാരതി ചാരിറ്റബിൾ ട്രസ്റ്റും യോജിച്ചുകൊണ്ട് ആയിരുന്നു ആചരിച്ചത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യോഗ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഏതാണ്ട് 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഈ യോഗ സമ്പ്രദായം ഇന്ത്യൻ യോഗികള് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഏതാണ്ട് 50 അതിലൽപ്പം കൂടുതലോ വർഷങ്ങളായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും യോഗ പ്രചരിച്ചു വരികയായിരുന്നു. യോഗ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സാധാരണ സമൂഹത്തിലുള്ള ആപാലവൃദ്ധം ജനങ്ങൾക്കൊപ്പം വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ സമൂഹവും യോഗ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ വിഷയത്തെ ആധുനിക രോഗങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ഉള്ള ഒരു ശ്രമവും നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ജലദോഷം മുതൽ വലിയ വലിയ രോഗങ്ങൾ, ക്യാൻസർ, ഹൃദ്രോഗം, ഈ മാതിരി രോഗങ്ങളിൽ പോലും യോഗ പരീക്ഷിക്കപ്പെട്ടു വരികയായിരുന്നു. സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരുന്ന ആ പ്രക്രിയ ഏതാണ്ട് ആധുനിക വൈദ്യശാസ്ത്രം അഭിമുഖീകരിക്കുന്ന, പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത നിരവധി രോഗങ്ങളിൽ യോഗ എന്ന വിഷയത്തെ പരീക്ഷണാർത്ഥവും ഗവേഷണാർത്ഥവും പ്രയോഗിച്ചതിന്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിച്ചതായിട്ടാണ് നമ്മൾ അരനൂറ്റാണ്ട് കാലത്തെ ഈ ഗവേഷണ ഫലങ്ങളിൽ നിന്നും അറിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില രോഗങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ നൂറ്റാണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആധുനിക സമൂഹം അഭിമുഖീകരിച്ചിരിക്കുന്ന ചില 1-2 രോഗങ്ങളെ കുറിച്ച് മാത്രം നമുക്ക് ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ചില രോഗങ്ങൾ പ്രമേഹ രോഗം, ഹൃദ്രോഗം പോലെയുള്ളതായിരുന്നു. പ്രമേഹ രോഗത്തിന്റെ വ്യാപ്തി ലോകത്തില് വളരെ കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗം ഉള്ള ഒരു രാജ്യമായിട്ട് നമ്മളുടെ ഇന്ത്യ രാജ്യത്തെ തന്നെയാണ് കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള 8% ആളുകൾക്ക് പ്രമേഹം ഈ കഴിഞ്ഞ നൂറ്റാണ്ടില് ഇപ്പോൾ ഏകദേശം ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള പ്രമേഹ രോഗം 8% ഇന്ത്യയിലെങ്കിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തില് അതിന്റെ ശതമാനം 20% മേലെയായിട്ട് ആണ് പറയപ്പെടുന്നത്. അങ്ങനെ കേരളത്തെ പ്രമേഹ രോഗത്തിന്റെ ഒരു തലസ്ഥാനമാക്കി തീർക്കാൻ നിരവധി വർഷങ്ങളായിട്ട് അന്താരാഷ്ട്ര പ്രമേഹ ദിനം
ആചരിക്കുമ്പോൾ പലപ്പോഴും ഈ സമ്മേളനങ്ങളിലെ ഈ ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പ്രമേഹ രോഗത്തിന് യഥാർത്ഥത്തിൽ ഇന്നുവരെ യാതൊരു ഔഷധവും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യോഗ രംഗത്ത് നടന്ന ഗവേഷണം വളരെ ആശാവഹമായിട്ടുള്ള ചില ഫലങ്ങൾ കണ്ടെത്തിയതായിട്ട് ആണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, സൗത്ത് ഇന്ത്യയിലുള്ള എസ് വ്യാസ് എന്ന് പറഞ്ഞ ഒരു യോഗ സർവകലാശാലയും റോയൽ സ്കൂൾ ഓഫ് മെഡിസിൻ ലണ്ടനും ചേർന്ന് നടത്തിയ ഒരു ഗവേഷണത്തിൽ ഔഷധങ്ങളോ മറ്റ് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളില്ലാതെ തന്നെ പൂർണ്ണമായിട്ടും പ്രമേഹ രോഗത്തെ മാറ്റാം എന്ന് ഗവേഷണ ഫലത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ സ്റ്റോപ്പ് ഡയബറ്റിക് പ്രോഗ്രാം, SDM എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇന്ന് ലോകം മുഴുവൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങളില് പ്രയോഗിച്ചു വരികയാണ്. ഇത് അഭൂതപൂർവമായ ഒരു ചെറിയ ഉദാഹരണം. ഇതുപോലെ മറ്റൊരു രോഗം നമുക്ക് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രോഗമായിരുന്നു ഹൃദ്രോഗം. ഈ ഹൃദ്രോഗത്തിന് വാസ്തവത്തില് ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയുമായുള്ള ചികിത്സകൾ മാത്രമേ നിലവിലുള്ളൂ. ആ ചികിത്സകൾ തന്നെയും താൽക്കാലികം മാത്രമാണ്. അതൊരു സ്ഥായിയായ പരിഹാരമായിട്ട് ഇന്നും വിശ്വസിക്കപ്പെടുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് യോഗ മാർഗത്തെ, ലോക പ്രശസ്തന്മാരായിട്ടുള്ള പലരും ഈ യോഗ മാർഗത്തെ ഈ ഹൃദ്രോഗ നിവാരണത്തിന് വേണ്ടി പരീക്ഷിക്കുന്നത്, ആ രംഗത്ത് ഗവേഷണം നടത്തുന്നത്. എടുത്തു പറയത്തക്ക ഒരു ഗവേഷണ ഫലമായിരുന്നു 1996 പുറത്തു വന്ന കാലിഫോർണിയയിലെ അമേരിക്കൻ വൈറ്റ് ഹൗസ് മെഡിക്കൽ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഡീൻ ഓർണിഷ് 12 വർഷത്തെ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഗവേഷണ ഫലം 1996 പുറത്തു കൊണ്ടുവരാനുണ്ടായി. ആ ഗവേഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഉപാധി യോഗയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം ഒരു പുസ്തക രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഔഷധങ്ങളോ ശസ്ത്രക്രിയയോ കൂടാതെ പ്രമേഹത്തെ 100% യോഗമാർഗത്തിലൂടെ പരിഹരിക്കാം, അതിജീവിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലം തെളിയിക്കുന്നത്. അത് ഒരു പുസ്തക രൂപത്തിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായിട്ട് റിവേഴ്സിംഗ് ഹാർട്ട് പ്രോഗ്രാം എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1996 തന്നെ ഇത് ലോകം മുഴുവൻ പ്രയോഗിച്ചു വരികയായിരുന്നു. ഔഷധങ്ങളോ ശസ്ത്രക്രിയയോ കൂടാതെ 100% ഹൃദ്രോഗത്തെ മാറ്റാം ആ യോഗമാർഗം ഉപയോഗിച്ച് എന്ന അത് ഈ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ഒരു വിപ്ലവകരമായ ഒരു ഫലപ്രാപ്തിയായിട്ട് ഇന്നും കണക്കാക്കപ്പെടുന്നു. അങ്ങനെ നിരവധി രോഗങ്ങൾ, പരിഹാരം കാണാൻ കഴിയാത്ത നിരവധി രോഗങ്ങൾക്ക് യോഗ, അതിനുള്ള 2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ആധുനിക കാലത്ത് രോഗങ്ങൾ പല വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെ പറയപ്പെടുന്നുണ്ട്. ഒരു വിഭാഗം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയും, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. മനുഷ്യന്റെ മാറി വന്ന ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു വിഭാഗം രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മനുഷ്യന്റെ ജീവിതശൈലി മാറിയതോട് കൂടിയിട്ട് മനുഷ്യന്റെ മാനസിക അവസ്ഥയിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളതിന്റെ ഫലമായിട്ട് വന്ന രോഗങ്ങള് 90% രോഗങ്ങളും സ്ട്രെസ് പ്രോൺ ഡിസീസ് എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ. മനുഷ്യനുണ്ടാകുന്ന 90% രോഗങ്ങൾക്കും കാരണം കേവലം നമ്മളുടെ ശാരീരികമോ മറ്റു തരത്തിലുള്ള ചുറ്റുപാടുകൾ മാത്രമല്ല, മനുഷ്യന്റെ മാനസിക അവസ്ഥയാണ് ആധുനിക രോഗങ്ങൾക്ക്
ആ രോഗങ്ങളുടെ പേരാണ് സ്ട്രെസ് പ്രോൺ ഡിസീസ് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് രോഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ്. ഈ രോഗങ്ങളെ പരിഹരിക്കുവാൻ ആധുനിക ഭൗതിക വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിയലോടുകൂടിയാണ് യോഗ എന്നുള്ള മാർഗം പരീക്ഷിക്കപ്പെട്ടത്. അങ്ങനെ സൈക്കോസൊമാറ്റിക് രോഗങ്ങളെ അതിജീവിക്കുവാൻ യോഗ മാത്രമേ പരിഹാരമുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടില് യോഗയുടെ എടുത്തു പറയത്തക്ക ഒരു നേട്ടം ഇതാണ്. ഇനിയിപ്പോ പുതിയ കാലഘട്ടത്തിൽ നമ്മളിപ്പോ പുതിയൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശി ഇതുവരെ അഭിമുഖീകരിക്കാതിരുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാൻഡമിക് സിറ്റുവേഷന്റെ ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്ന് ശാസ്ത്രലോകം വളരെ ആശങ്കയോടുകൂടിയിട്ട് ശാസ്ത്രലോകത്തുള്ള മുഴുവൻ പ്രവർത്തകന്മാരും ഉറ്റുനോക്കുന്ന ഈ സമയത്താണ് യോഗ പോലെയുള്ള വിഷയത്തിന് ഇതിൽ വല്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ലോകാരോഗ്യ സംഘടന പോലെയുള്ള വേൾഡ് ബോഡി ഈ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ കൊറോണ മാതിരിയുള്ള COVID-19 മാതിരിയുള്ള രോഗങ്ങൾക്കും എത്രമാത്രം യോഗ പരിഹാരം ആണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കോവിഡിനുള്ള ഒരു പരിഹാരം ഇപ്പോഴും കോവിഡിനുള്ള ശരിക്കുള്ള പരിഹാരത്തെക്കുറിച്ച് ശാസ്ത്രലോകം ഇരുട്ടിൽ തപ്പുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ മുമ്പില് കോവിഡ് വാക്സിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പല വിവാദങ്ങളും ഈ വാക്സിൻ സംബന്ധമായിട്ട് പോലും നമ്മൾ പല വിവാദങ്ങളും കേൾക്കുകയാണ്. എന്നിരുന്നാലും വലിയ ഗവേഷണത്തിന്റെ ഫലമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഈ വാക്സിനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് കോവിഡ് രോഗത്തെ അതിജീവിക്കാൻ മനുഷ്യന്റെ പ്രതിരോധ ശക്തി തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നാണ് ശാസ്ത്രലോകം ചിന്തിക്കുന്നത്. ആ സാഹചര്യത്തിൽ പലപ്പോഴും കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നത് പ്രാണവായുവിന്റെ ഓക്സിജന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. യഥാർത്ഥത്തില് കോവിഡ് രോഗം കൂടുതലായിട്ട് ബാധിക്കുകയും കോവിഡ് മരണങ്ങൾ ഉണ്ടാവാനുള്ള മുഖ്യ കാരണം ഓക്സിജന്റെ അഭാവം. മനുഷ്യനിൽ ഓക്സിജന്റെ അഭാവമാണ് ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത്. ഓക്സിജന്റെ അഭാവം നമ്മളുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്ന കാരണം കൊണ്ടാണ് മിക്ക മരണങ്ങളും സംഭവിക്കുന്നത്. എന്നാൽ യോഗ എന്ന് പറയുന്ന വിഷയത്തിന്റെ അടിത്തറ തന്നെ ശ്വാസ സംബന്ധമാണ്. യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ശാരീരികമായ പലതരത്തിലുള്ള യോഗയെ പല ആളുകളും ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ശാരീരികമായ ഒരു വ്യായാമം ആയിട്ടാണ്. ഉപരിപ്ലവമായിട്ട് യോഗയെ നോക്കിക്കാണുന്ന ആളുകൾ മുഴുവൻ യോഗ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ശാരീരിക വ്യായാമം, പലതരത്തിലുള്ള ശാരീരിക വ്യായാമങ്ങൾക്ക് പകരമായിട്ടുള്ള ഒരു ശാരീരിക വ്യായാമമായിട്ടാണ് യോഗ എന്ന വിഷയത്തെ പല ആളുകളും കാണുന്നത്. അതുകൊണ്ട് ആളുകൾ യോഗയെ യോഗ വ്യായാമം. അപ്പൊ ഹൃദ്രോഗം പോലെയുള്ള അല്ലെങ്കിൽ മിക്ക രോഗങ്ങളും നമുക്കുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് കാരണം നമ്മളുടെ സെഡൻഡറി ലൈഫ്, അനങ്ങാത്ത ജീവിതമാണ്. അതുകൊണ്ട് പല വ്യായാമങ്ങൾക്ക് പകരം യോഗയെ ഒരു വ്യായാമമാക്കി സ്വീകരിക്കാം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് സാധാരണ ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും യോഗയെ സമീപിക്കുന്നത്. എന്നാൽ യോഗ എന്ന് പറയുന്ന ശാസ്ത്രം യഥാർത്ഥത്തിൽ കേവലം ഒരു ശരീരതല വ്യായാമ ശാസ്ത്രമല്ല എന്നുള്ളതാണ് വാസ്തവം. യോഗ എന്ന യോഗാസനം അല്ലെങ്കിൽ യോഗയുടെ പല പ്രയോഗങ്ങളും നമ്മൾ കാണുന്നത് ശരീരം ചലിപ്പിച്ചുകൊണ്ടുള്ള
കുറെ ഫിസിക്കൽ ആക്രോബറ്റിക്സ്. ഇതാണ് യോഗ. അതുകൊണ്ട് ഇതൊരു വ്യായാമമാണ്, സാധാരണ ശാരീരിക വ്യായാമമാണ് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തില് യോഗ ഒരു കേവല ശരീര വ്യായാമമല്ല. യോഗ യഥാർത്ഥത്തില് ഒരു ശ്വാസതല വ്യായാമമാണ്. മനുഷ്യന് മനുഷ്യന്റെ നിലനിൽപ്പിന്, അല്ല ജീവികളുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രാണവായുവിന്റെ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യോഗ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. യോഗ യഥാർത്ഥത്തില് ഒരു 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 യോഗ എന്നുള്ളത് വെറും ഒരു പ്രാഥമിക ശാരീരികമായ യോഗ എന്നുള്ളത് ഒരു പ്രാഥമികമായ അതിൻ്റെ ഒരു നഴ്സറിയോ അല്ലെ ഒരു പ്രൈമറി ലെവൽ മാത്രമാണ്. ഹയർ യോഗ എന്ന് പറയുന്നത് വാസ്തവത്തില് ശ്വാസതലത്തിലുള്ള വ്യായാമമാണ് യഥാർത്ഥത്തിൽ. അതിന് യോഗയുടെ സാങ്കേതിക ഭാഷയില് ഈ ശ്വസന തലത്തിലുള്ള യോഗയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ അർത്ഥം ശാസ്ത്രീയമായ ശ്വസനം. ഇതാണ് പ്രാണായാമം. ഇന്നത്തെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്നെ സാധാരണ മനുഷ്യന്റെ ശ്വസനം യഥാർത്ഥത്തില് നമ്മളുടെ ശ്വാസകോശത്തെ വെറും ഒരു 12% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. നമ്മളുടെ ശ്വാസകോശത്തിന്റെ ആകെ കഴിവിന്റെ 12% മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ കഴിവ് അതിനേക്കാളും എത്രയോ അധികമാണ്. ആ ശ്വാസകോശത്തിന്റെ മുഴുവൻ വ്യാപ്തിയെയും മുഴുവൻ കഴിവിനെയും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശ്വസിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. ഈ ശാസ്ത്രീയമായ ശ്വസനം നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. നമ്മളുടെ ശ്വാസത്തെ, നമ്മളുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് വളരെ കുറച്ച് ശ്വാസം മതി. അതിന് സാധാരണ ശ്വാസകോശത്തെ കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ പറയും, നമ്മുടെ ശ്വാസകോശത്തിന്റെ ഏറ്റവും ഉപരിഭാഗം മാത്രം കൊണ്ട് നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. അത് നമ്മൾ അപ്പർ ബ്രീത്തിങ് എന്ന് പറയും. ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം മാത്രം ഓക്സിജൻ കൊണ്ട്, പ്രാണവായു കൊണ്ട് നിറയുന്ന ആ ശ്വസനത്തിന് നമ്മൾ അപ്പർ ബ്രീത്തിങ് എന്ന് പറയും. കുറച്ചും കൂടിയും നന്നായിട്ട് ശ്വസിക്കുന്ന ആളുകൾ ശ്വസിക്കുന്ന ആ ശ്വസനത്തിന് മിഡിൽ ബ്രീത്തിങ്, ശ്വാസകോശത്തിന്റെ മധ്യഭാഗം കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്വസനത്തിനെയാണ് നമ്മൾ മിഡിൽ ബ്രീത്തിങ് എന്ന് പറയാം. ഈ മിഡിൽ ബ്രീത്തിങ് നമുക്ക് നല്ല മനസ്സിന് ശാന്തതയുള്ളപ്പോൾ, മനസ്സിന് സമാധാനമുള്ളപ്പോൾ മാത്രമേ നമ്മൾ മിഡിൽ ബ്രീത്തിങ് പോലും നമ്മൾ ചെയ്യുന്നത്. അപ്പർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ജീവിത പിരിമുറുക്കങ്ങള്, ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴും അപ്പർ ബ്രീത്തിങ്, ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്വസനമാണ് നമ്മൾ നടത്തുന്നത്. കുറച്ചും കൂടെ ഒരു സാവകാശം, ഒരു റിലാക്സേഷൻ കിട്ടുമ്പോഴാണ് നമ്മള് മിഡിൽ ബ്രീത്തിങ് ചെയ്യേണ്ടി വരുന്നത്. ഇതിനേക്കാളും അപ്പുറത്ത് മറ്റൊരു ശ്വസനമുണ്ട്. അത് നമ്മളുടെ ശ്വാസകോശത്തിന്റെ അടിത്തട്ട് നിറയുന്ന ശ്വാസം. അതാണ് ലോവർ ബ്രീത്തിങ് എന്നാണ് അതിന് ഈ ശ്വാസകോശ സംബന്ധമായ ശാസ്ത്രം പറയുന്നത്. ലോവർ ബ്രീത്തിങ്. അത് എപ്പോഴാണ് ലോവർ ബ്രീത്തിങ് നമുക്ക് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വളരെ ഡീപ്പ് റിലാക്സേഷൻ, വളരെ ആഴത്തിലുള്ള പിരിമുറുക്കത്തിൽ നിന്നുള്ള, മാനസിക പിരിമുറുക്കത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആഴത്തിൽ ശ്വസിക്കുമ്പോഴാണ്. അതിനെയാണ് ഡീപ്പ് ബ്രീത്തിങ്, ലോവർ ബ്രീത്തിങ്, അതിന് ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് എന്നൊക്കെ പറയും. ഈ ശ്വസനം വളരെ വിരളമാണ്. സാധാരണ ആളുകൾ നമ്മൾ എന്തെങ്കിലും വളരെ വിഷമം പിടിച്ച ഒരു പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടോ കിടന്നിട്ടോ ദീർഘമായിട്ട് സ്വാഭാവികമായിട്ട് ശ്വസിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ശ്വസനം വളരെ വിരളമായിട്ട്, അപൂർവമായിട്ട് മാത്രമേ ഈ ഡീപ്പ് ബ്രീത്തിങ്, ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് നമുക്ക് സാധ്യമാകുന്നുള്ളൂ. ഈ ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തില് ശരിക്കുള്ള ശ്വസനം, ഈ അപ്പർ ബ്രീത്തിങ്, മിഡിൽ ബ്രീത്തിങ്, ലോവർ ബ്രീത്തിങ്, ഇതിനെ മൂന്നും ചേർന്നിട്ടുള്ള ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാം, യോഗിക് ബ്രീത്തിങ് എന്ന് പറയാം. യോഗിക് ബ്രീത്തിങ്, ഇതാണ് യോഗയിൽ നമ്മൾ പ്രയോഗിക്കുന്ന ശ്വസനം. ഇതിനെയാണ് യോഗയുടെ സാങ്കേതിക ഭാഷയില് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ശ്വസനം എന്നാണ് അർത്ഥം.
ഈ പ്രാണായാമം ശാസ്ത്രീയമായ ശ്വസനം നടക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ശ്വാസകോശത്തിന് പരമാവധി ഓക്സിജൻ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ അഭിപ്രായം. ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു യോഗ പരിശീലകൻ തന്നെയാവണം. ഒരു യോഗ പരിശീലകന് മാത്രമേ, സ്ഥിരമായിട്ടൊരു യോഗ പരിശീലനം ചെയ്യുന്ന ആൾക്ക് മാത്രമേ ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റു വിധത്തിൽ നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന ആളുകളായിരിക്കണം. ആധുനിക ജീവിതത്തിന്റെ മുഖമുദ്ര തന്നെ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് കൂടിയിട്ടുള്ള രോഗങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഈ സ്ട്രെസ് നമ്മൾക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ സ്ട്രെസ് പ്രോൺ ഡിസീസ്, സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, തനുമാനസ രോഗങ്ങൾ, മനോദരജന്യ രോഗങ്ങൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കാണുന്ന 90% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്. ഇതിന്റെ കാരണം ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ്, ശ്വാസകോശം മുഴുവൻ നിറയുന്നതായിട്ടുള്ള ശ്വസനം നമുക്ക് സാധിക്കാത്തതാണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ യോഗ എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രസക്തി അവിടെയാണ് നമ്മൾ അറിയുന്നത്. ഈ ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് സാധിക്കുന്ന ഒരു സാധാരണ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു റെഗുലർ യോഗ പരിശീലകന് മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സത്യം. നമ്മൾ പ്രായോഗികമായിട്ട് കണ്ടുവരുന്ന ഒരു സത്യം. യോഗ അതുകൊണ്ട് യോഗ എന്ന് പറയുന്ന വിഷയം തന്നെ വെറും ഒരു ശരീരതല വ്യായാമ വിഷയമല്ല. യോഗ ഒരു ശ്വാസതല വ്യായാമ വിഷയമാണ്. അതുകൊണ്ട് യോഗ എന്ന് പറയുന്നത് ഒരു പ്രാണായാമ ശാസ്ത്രമാണ്. യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഒരു ശാസ്ത്രം, അതിന്റെ സ്ക്രിപ്ചറൽ, അതിന്റെ റെഫറൻസ് നമുക്ക് കിട്ടുന്നത് ഭാരതത്തിലെ 10,000-5,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള പതഞ്ജലി മാതിരിയുള്ള പതഞ്ജലി മഹർഷി ആവിഷ്കരിച്ചിട്ടുള്ളത് അഷ്ടാംഗ യോഗം അല്ലെങ്കിൽ പാതഞ്ജല യോഗം എന്ന് പറഞ്ഞ യോഗമാണ്. ഈ യോഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനം പ്രാണായാമമാണ്, അതായത് ശാസ്ത്രീയ ശ്വസനം. പതഞ്ജല യോഗശാസ്ത്രത്തെ കുറിച്ച് ഇവിടെ കൂടുതൽ വിസ്തരിക്കുന്നില്ലെങ്കിലും ഒന്ന് സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. ഈ പതഞ്ജലിയുടെ രാജയോഗത്തിന് 8 പടവുകൾ ഉള്ളതായിട്ട് പറയപ്പെടും. ആ 8 പടവുകളില് യമം, നിയമം, ആസനം, പ്രാണായാമം. ഈ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ ശ്വസനം. ഈ ശാസ്ത്രീയമായ ശ്വസനത്തിന് വേണ്ടിയാണ് നമ്മൾ ശാരീരികമായ യോഗ നിർവഹിക്കുന്നത് തന്നെ. എന്തിനു വേണ്ടിയാണ്? ശാസ്ത്രീയമായിട്ടുള്ള ശ്വസനത്തിന് വേണ്ടിയാണ്. അതായത് നമ്മളുടെ ശ്വാസകോശത്തിന്റെ തൊട്ട് മുമ്പ് ഞാൻ പരാമർശിച്ച ശ്വാസകോശത്തിന്റെ മുഴുവൻ ശ്വാസകോശത്തെയും വികസിപ്പിക്കാനുള്ള ഒരു ശ്വസന പദ്ധതി. അപ്പർ ബ്രീത്തിങ്, മിഡിൽ ബ്രീത്തിങ്, ലോവർ ബ്രീത്തിങ്. നമ്മളുടെ ശ്വാസകോശത്തിന്റെ അടിത്തട്ട് വരെ നിറയ്ക്കാൻ പര്യാപ്തമായ ഒരു ശ്വസനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഓക്സിജന്റെ ക്ഷാമം നമ്മളുടെ ശരീരത്തിൽ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഈ ഓക്സിജൻ ക്ഷാമമാണ് ഇന്ന് കോവിഡ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കോവിഡ് രോഗത്തിലൂടെ ഒരു രോഗി അനുഭവിക്കുന്നത് അയാളുടെ ശരീരത്തില് ഓക്സിജന്റെ അഭാവമാണ്. ഈ ഓക്സിജൻ മാക്സിമം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ശ്വാസകോശത്തിന്റെ അടിത്തട്ട് നിറച്ചേ പറ്റുള്ളൂ. അതിനുള്ള പ്രായോഗിക പദ്ധതി യഥാർത്ഥത്തിൽ യോഗ മാത്രമാണ്. ഹൃദ്രോഗ ചികിത്സയിലൊക്കെ ഹൃദ്രോഗത്തിനും ഇതൊരു പരിഹാരമാണ്. എല്ലാ രോഗത്തിനും, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും നമ്മളുടെ ഡീപ്പ് ബ്രീത്തിങ്, ഫുൾ ബ്രീത്തിങ്, ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് അനിവാര്യമാണ് എന്നത് ഒരു സാധാരണ ഒരു പ്രായോഗികമായ ശാസ്ത്ര നിഗമനം മാത്രമാണ്. ഈ ശ്വാസകോശത്തിന്റെ അടിത്തട്ടിലാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശ്വാസകോശം ഓക്സിജൻ സ്വീകരിച്ചിട്ട് ഈ ശ്വാസകോശത്തിന്റെ അസംഖ്യം ദശലക്ഷക്കണക്കിലുള്ള വായു അറകൾ, അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള രക്തലോമികൾ, ബ്ലഡ് കാപ്പിലറീസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ രക്തലോമികളിലൂടെ
ഓക്സിജൻ ലഭിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം ശ്വാസം നമ്മളെ ശ്വാസകോശത്തിൽ നിറച്ചേ പറ്റുള്ളൂ. അതാണ് ശ്വസന പ്രക്രിയയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ശ്വാസകോശത്തിന്റെ അതിസൂക്ഷ്മമായിട്ടുള്ള അസംഖ്യം അൽബിയോള എന്ന് പറയുന്ന വായു എയർ സാക്സ്, വായു അറകളുമായിട്ട് നമ്മളുടെ അതിസൂക്ഷ്മമായിട്ടുള്ള രക്തലോമികൾ, അതിസൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകൾക്കാണ് രക്തലോമികൾ, ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയാം. ഈ ബ്ലഡ് കാപ്പിലറീസുമായിട്ട് ശ്വാസകോശത്തിലുള്ള വായു അറകൾ കണക്റ്റഡ് ആണ്. ഇതിലൂടെയാണ് ഓക്സിജൻ നമ്മളുടെ ദേഹത്തിന്, നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന രക്ത അണു, അതില് 4 ഓക്സിജൻ അണുക്കൾ ഉണ്ടായിരിക്കണം. ആ ദേഹം മാത്രമാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യത്തിനുള്ള ഒരു ശരീരം എന്ന് കണക്കാക്കപ്പെടുന്നത്. ഒരു ഹീമോഗ്ലോബിനില് 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ടായിരിക്കണം. ഈ 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ശ്വാസകോശത്തിന്റെ അടിത്തട്ട് നിറയെ തന്നെ വേണം. നമ്മളുടെ ശ്വാസകോശത്തിന്റെ അടിത്തട്ടിലാണ് ഏറ്റവും കൂടുതൽ രക്തലോമികൾ, ബ്ലഡ് കാപ്പിലറീസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഒരു ശ്വാസകോശത്തിന്റെ അടിത്തട്ടിലാണ് ഏറ്റവും കൂടുതൽ രക്തലോമികൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് രോഗത്തിന്റെ പരിഹാരത്തിനും, ഏത് രോഗത്തിനും നമ്മളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂൺ പവർ, ഇതാണ് നമുക്ക് ആവശ്യം. ഈ ഇമ്മ്യൂണിറ്റി നമ്മളെ രക്തത്തിന് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ അണുക്കളെ, 4 ഓക്സിജൻ ആറ്റംസിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് സാധാരണ ശ്വസനത്തിലൂടെ സാധ്യമല്ല. ഇവിടെയാണ് യോഗശാസ്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ, യോഗശാസ്ത്രത്തിന്റെ ശരിക്കുള്ള പ്രയോജനം നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു പ്രാണായാമം, ശാസ്ത്രീയമായ പ്രാണായാമം എന്ന് സാങ്കേതികമായി നമ്മൾ പറയുന്ന പ്രായോഗിക ശ്വസനം സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ ഹീമോഗ്ലോബിനിൽ 4 ഓക്സിജനെ സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ പഠനങ്ങൾ കാണിക്കുന്നത്. സാധാരണ ജീവിതത്തില് നമ്മൾ കൂടുതലായിട്ട് അന്തരീക്ഷ മലിനീകരണമുള്ള വായു കൂടി ശ്വസിക്കുന്ന സമയത്ത് നമ്മളുടെ ഹീമോഗ്ലോബിനിൽ പലപ്പോഴും 1-2 ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, 1-2 ഓക്സിജൻ ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പരിതസ്ഥിതിയിലാണ് കോവിഡ് പിടിപെടുന്ന രോഗികൾ പലപ്പോഴും മരിക്കുന്നത്. അവരുടെ ശരീരത്തിൽ ഓക്സിജൻ ക്ഷാമം കൊണ്ടാണ് പലപ്പോഴും ഈ മരണം സംഭവിക്കുന്നത്. ഇതിനെ അതിജീവിക്കാൻ, പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനും യോഗ മാത്രമേ ഒരു മാർഗവുമുള്ളൂ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു യോഗ പരിശീലകന് മാത്രമേ അയാളുടെ ശ്വാസകോശത്തെ അടിത്തട്ട് നിറയ്ക്കാനുള്ള സാഹചര്യം അയാളുടെ പരിശീലനം കൊണ്ടുണ്ടാകുന്നുള്ളൂ. അപ്പൊ യോഗ ആസനത്തിലൂടെ തന്നെ നമ്മൾ എന്താണ് ആർജിക്കുന്നത്? യോഗ ആസനത്തിലൂടെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പ്രാണായാമം എന്നുള്ള പേരുള്ള ശ്വസനമാണ് പരിശീലിക്കുന്നത്. ഈ പരിശീലനം ഒരു ദൈനംദിനം നമ്മൾക്ക് സാധിക്കുന്നതോടുകൂടി നമ്മളുടെ ശ്വാസകോശത്തിന്റെ വികാസം പൂർണ്ണമാവുകയാണ്. ശ്വാസകോശത്തിന്റെ വികാസം പൂർണ്ണമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ശ്വാസകോശത്തിന്റെ അടിത്തട്ട് നിറയുമ്പോൾ നമ്മളുടെ ശ്വാസകോശത്തിനെയും നമ്മളുടെ വയറിനെയും നമ്മൾ വേർതിരിക്കുന്ന ഒരു ഭിത്തിയുണ്ട് നമ്മളുടെ ദേഹത്തില്. നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു ഭിത്തി. ഈ ഭിത്തിയുടെ പേരാണ് ഡയഫ്രം എന്ന് പറയും. ഒരാളുടെ ശ്വാസകോശം പരമാവധി വികസിക്കുമ്പോൾ ഈ ഡയഫ്രം താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഡയഫ്രം താഴോട്ട് പോകുമ്പോൾ നമ്മളുടെ ആമാശയത്തിന്റെ വയറിന്റെ അബ്ഡോമന്റെ വ്യാപ്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന്റെ വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പരമാവധി ശ്വാസകോശത്തെ വികസിപ്പിക്കുന്ന ഒരാളുടെ വയറിന്റെ വോളിയം കുറയുക, നമ്മളുടെ വയറിന്റെ വോളിയം കൂടുകയും കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന അമിത പോഷണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു രോഗം തന്നെയാണത്. അമിത ഭക്ഷണം എനിക്ക് എങ്ങനെ കുറയ്ക്കാം? പല ആളുകളും അമിത ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചിന്തകളും ആലോചനകളും കൺസൾട്ടേഷൻസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്നാൽ ഈ അമിത ഭക്ഷണം കുറയ്ക്കാനുള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശ്വാസകോശത്തിനെ നിങ്ങൾ മാക്സിമം വികസിപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ശ്വാസകോശത്തിന്റെ ഏറ്റവും അടിത്തട്ട് നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ അബ്ഡോമൻ, നിങ്ങളുടെ ലോവർ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനനുസരിച്ചിട്ട് സങ്കോചിക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് യോഗയിലൂടെ നിങ്ങളുടെ ശ്വാസകോശം വികസിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്വാസകോശത്തിന് വികാസം വരുമ്പോൾ നിങ്ങളുടെ അബ്ഡോമൻ, നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്വാഭാവികമായിട്ടും സങ്കോചിക്കേണ്ടത് അനിവാര്യമായിട്ട് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പോ പ്രത്യേകിച്ച് നിങ്ങളുടെ ആഹാരം കുറയ്ക്കാനും ഇന്നത്തെ വൈദ്യലോകം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ആഹ്വാനം, ഇന്ന് നമുക്കുണ്ടാകുന്ന 90% രോഗങ്ങളും നമ്മളുടെ അമിത പോഷണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. നിങ്ങൾ കഴിച്ചു പോകുന്ന അമിത ഭക്ഷണം കൊണ്ട്, ഇപ്പൊ ഹൃദ്രോഗം പോലെ പ്രമേഹ രോഗങ്ങൾ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം എന്താണ്? നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീനിന്റെയും ആവശ്യത്തിലധികമുള്ള കൺസംഷനാണ് നമുക്ക് സകല രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനെ അതിജീവിക്കാൻ ഇത് നമ്മൾ പരിചയം കൊണ്ടും ശീലം കൊണ്ടും നമ്മൾ വയറിന്റെ വികാസം സംഭവിച്ച് അതിനെ കൊണ്ട് 2 ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ അമിത പോഷണം കൊണ്ട് ആവശ്യമില്ലാത്ത കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പിന്നെ അതുമാതിരിയുള്ള ഫാറ്റി സബ്സ്റ്റൻസസ് എല്ലാം നമ്മളുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ ശ്വാസകോശത്തിന് വികസിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മാക്സിമം ഓക്സിജൻ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം പറഞ്ഞ ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് സാധിക്കുമ്പോൾ നമ്മളുടെ ശ്വാസകോശം വികസിച്ച് താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഡയഫ്രം, ശ്വാസകോശത്തിനെയും വയറിനെയും വേർപെടുത്തുന്ന ഒരു ചലനാത്മക ഭിത്തിയാണ് ഡയഫ്രം. ഈ ഡയഫ്രം താഴോട്ട് പോകുമ്പോൾ നമ്മളുടെ ആമാശയത്തിന്റെ, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ വോളിയം കുറയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് നമ്മളുടെ ഫുഡ് കൺസംഷൻ കുറയാണ്. അപ്പൊ ഒരേ സമയത്ത് ശ്വാസകോശം വികസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്, നമ്മളുടെ ഫുഡ് കൺസംഷൻ സ്വാഭാവികമായിട്ട് കുറയാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ തമാശയായിട്ട് പറയും, യോഗ പരിശീലകന്മാര് അല്ലെങ്കിൽ ഇന്ത്യൻ യോഗികളെ കുറിച്ച് പറയും, ഒരു തവണ ഭക്ഷണം കഴിക്കുന്ന ആളെ കുറിച്ച് യോഗി എന്ന് പറയും. തമാശയായിട്ടും കൂടി പറയുന്നതാണ്. ഒരു തവണ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ യോഗി എന്ന് പറയും. 2 തവണ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഭോഗി എന്ന് പറയും. 3 തവണ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ രോഗി എന്നാണ് പറയുന്നത്. ഏകഭുക്ത്വാ മഹായോഗി, ദ്വിഭുക്ത്വാ മഹാഭോഗി, ത്രിഭുക്ത്വാ മഹാരോഗി, ചതുർഭുക്ത്വാ മഹാദ്രോഹി എന്നാണ് പറയപ്പെടുന്നത്. ത്രിഭുക്ത്വാ മഹാരോഗി എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം 3 തവണ ആഹാരം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ സ്വയം രോഗിയായി മാറുകയാണ്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ആധുനിക വൈദ്യശാസ്ത്രം, ആധുനിക ഡയറ്റീഷ്യൻസ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ നമുക്ക് സാധിക്കുന്നേയില്ല. നമ്മളുടെ 3, 4, 5 തവണയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കാൻ മറ്റൊരു കാരണം നമ്മൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ച് ശീലിച്ച ഭക്ഷണത്തിനോട് നമുക്ക് ആസക്തി ഉണ്ട്. ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും രണ്ടാമത്തെ പണം, ധനസമ്പാദനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം നമ്മളുടെ ശ്വാസകോശം ആവശ്യത്തിന് വികസിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 2 ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശം പരമാവധി വികസിക്കാത്തത് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ ക്ഷാമം അത് വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ശ്വാസകോശം പരമാവധി വികസിക്കുമ്പോൾ ഓക്സിജന്റെ ക്ഷാമം ഇല്ലാതാവുന്നു എന്ന് മാത്രമല്ല, നമ്മളുടെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള നമ്മളുടെ വാസന ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് ഒരു എന്താ പറയാ, ഒരു ദ്വിമുഖമായിട്ടുള്ള ഫലമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മാക്സിമം ഓക്സിജൻ കൺസ്യൂം ചെയ്യുക, അതേസമയത്ത് അമിത പോഷണം കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ മുഴുവൻ അതിജീവിക്കാനും ഒരേ പ്രവൃത്തി കൊണ്ട് ഈ 2 കാര്യങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് മിക്കവാറും ഒരു ദൈനംദിന സ്ഥിരമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശ്വാസകോശത്തിനെ മാക്സിമം വികസിപ്പിക്കാതെ സാധ്യമല്ല. അയാളുടെ 10 ദിവസമോ ഒരു 15 ദിവസമോ യോഗ പ്രാക്ടീസ് നിർത്തിക്കഴിഞ്ഞാൽ അയാളുടെ ശ്വാസകോശം സ്വാഭാവികമായിട്ട് സങ്കോചിച്ചു പോകും. ഈ സങ്കോചം
അയാളെ അനാരോഗ്യത്തിലേക്ക് നയിക്കുകയാണ്. ഓക്സിജൻ കൺസംഷൻ കുറയാണ്. അവിടെ ഒരു റെഗുലർ യോഗ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു പ്രോഗ്രാമായി മാറിത്തീരുകയാണ്. അതുകൊണ്ട് ആധുനിക യോഗ ഈസ് ഗോയിങ് ടു ബിക്കം ഫ്യൂച്ചർ ഓർഡർ ഓഫ് ദ സൊസൈറ്റി എന്ന് വലിയ വലിയ വൈദ്യശാസ്ത്ര രംഗത്തുള്ള ചിന്തകന്മാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യോഗ എന്ന് പറയുന്നത് ഭാവി മനുഷ്യ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് കോവിഡ് രോഗത്തിനും യോഗ പരിശീലനം ഒരു പരിഹാരമായി തീർന്നിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ മാക്സിമം ശ്വാസകോശത്തിനെ വികസിപ്പിക്കുക എന്നുള്ള യോഗ പദ്ധതിയിലുള്ള പ്രാണായാമ പ്രക്രിയയിലൂടെ നമുക്ക് സാധിക്കുന്നത്. പറയപ്പെടുന്നത് സാധാരണ ഒരു മനുഷ്യനേക്കാളും 8 ഇരട്ടി വരെ ശ്വാസത്തെ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കാൻ ഒരു യോഗ പരിശീലകന് സാധിക്കും എന്നാണ് ഈ രംഗത്ത് ഗവേഷണം ചെയ്യുന്ന ആധുനിക പൾമനോളജിസ്റ്റുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യോഗ പരിശീലനം ഈസ് ഗോയിങ് ടു ബിക്കം ഫ്യൂച്ചർ ഓർഡർ ഓഫ് ദ സൊസൈറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. ഇതാണ് ഓക്സിജന്റെ മാക്സിമം കൺസംഷന്റെ ഒരു ഫലം. മറ്റൊരു ഫലം, ഇനി നിരവധി ഫലങ്ങളുണ്ട്. മറ്റൊരു ഫലം, ഈ ഓക്സിജൻ കൂടുതൽ എടുക്കുന്ന സമയത്താണ് നമ്മളുടെ സ്ട്രെസ്, മാനസികമായ പിരിമുറുക്കം മുഴുവൻ ഇല്ലാണ്ടാകുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ വളരെ പ്രയാസപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഡീപ്പ് ബ്രീത്തിങ്ങോട് കൂടിയിട്ടുള്ള ഒരു റിലാക്സേഷൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നു. ആ സമയത്താണ് നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്യുന്നത്. അപ്പം ഓക്സിജൻ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളുടെ ശ്വാസകോശം പരമാവധി വികസിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാവുകയാണ്. മെന്റൽ റിലാക്സേഷൻ നമുക്ക് ഉണ്ടാവുകയാണ്. മൈൻഡിന്റെ റിലാക്സേഷനാണ്, ദ ലാക്ക് ഓഫ് റിലാക്സേഷനാണ് ആധുനിക ജീവിതത്തിൽ ആധുനിക രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ ആദ്യം സൂചിപ്പിച്ച സ്ട്രെസ് പ്രോൺ ഡിസീസ് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഉണ്ടാവാൻ കാരണം എന്താ? നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനമാണ്. 90% രോഗങ്ങളും ഈ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഏറ്റവും മാക്സിമം റിലാക്സ് ചെയ്യാണ്. ഈ റിലാക്സേഷൻ സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലും കൂടിയാണ്. ബ്രെയിൻ റിലാക്സേഷൻ ഏറ്റവും പ്രധാനമാണ്. ഈ ബ്രെയിൻ റിലാക്സ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മളുടെ ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ ബ്രെയിനിനെ മാക്സിമം ഓക്സിജൻ കൺസ്യൂം ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്തിങ് ഒരു ഹാബിറ്റായി മാറുന്ന സമയത്ത് നമ്മളുടെ മസ്തിഷ്കത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മസ്തിഷ്കത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? വലിയ വലിയ രോഗങ്ങൾക്ക് കാരണം പറയപ്പെടുന്നത് നമ്മളുടെ ബ്രെയിൻ സ്ട്രെസ്, നമ്മളെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, നമ്മളുടെ ബ്രെയിനില് നമ്മളുടെ മാനസികമായ പ്രവർത്തനത്തിന് അനുസൃതമായിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിലുള്ള തരംഗങ്ങൾക്ക് വ്യതിയാനങ്ങൾ വരുന്നതാണ് ശാസ്ത്രം. ന്യൂറോ സർജൻ അല്ലെങ്കിൽ ബ്രെയിനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ശാസ്ത്രകാരന്മാർ പറയുന്നത് എന്താണ്? നമ്മൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിലുള്ള തരംഗങ്ങൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ മാതിരിയുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഹൃദ്രോഗം മാതിരിയുള്ള ഒരു അസുഖം ഒരാൾക്ക് ഉണ്ടാവുന്നത് അയാളുടെ ബ്രെയിനിലുള്ള തരംഗങ്ങൾ, ബ്രെയിൻ വേവ്സ്, മസ്തിഷ്ക തരംഗങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്. ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സാധാരണ ജീവിതത്തില് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിന് വേണ്ടി പരക്കം പായുന്ന നമ്മളുടെ എല്ലാം ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു മസ്തിഷ്ക തരംഗത്തിന് സാധാരണ ശാസ്ത്രീയമായിട്ട് പറയാം ബീറ്റ തരംഗങ്ങൾ എന്ന് പറയും. ബീറ്റ വേവ്സ് ആയിരിക്കും ഒരു സാധാരണ ജീവിതത്തിന് വേണ്ടി പരക്കം പായുന്ന ആധുനിക ജീവിതത്തിന്റെ മത്സരമുള്ള ഒരു ലോകത്തിൽ നമ്മളുടെ ബ്രെയിനിൽ മുഴുവൻ നിറയ്ക്കപ്പെട്ടിട്ടുള്ള മസ്തിഷ്ക തരംഗങ്ങളുടെ പേരാണ് ബീറ്റ വേവ്സ്. ഈ ബീറ്റ വേവ്സ് എങ്ങനെയാണ് ഇത് കണക്കാക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. നമ്മളുടെ ബ്രെയിൻ വേവ്സ്, നമ്മളുടെ ഒരു സെക്കൻഡില് ബ്രെയിനിൽ ഉണ്ടാകുന്ന
വൈബ്രേഷന്റെ എണ്ണം Audio boy. Couldn't hear, sir. സാറേ കേക്കാവയ്യല്ലോ. ഹലോ, ഇല്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല കേട്ടോ. ഓഡിയോ പോയി. ഓഡിയോ പോയിട്ടുണ്ട്, കേൾക്കുന്നില്ല. Couldn't hear. പുറത്തായി പോയത്, അത് ലെഫ്റ്റായി പോയത്. ഇപ്പൊ കേറിയിരിക്കും. കാർഡിയോളജിയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരാളുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ബീറ്റ വേവ്സ് ഉണ്ടാകുമ്പോൾ അയാൾക്ക് കാർഡിയക് പ്രോബ്ലത്തിന്റെ എല്ലാ സാധ്യതകളും ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ എന്നുള്ള രോഗത്തിന്റെ കാരണം തന്നെ ബ്രെയിനിൽ ബീറ്റ വേവ്സ്. ലോകപ്രശസ്തനായിട്ടുള്ള ദ ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റഡ് സർജൻ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ്, അദ്ദേഹം ഒരു ഫോർമുല തന്നെ പറയും. The intensity of beta waves in your brain is inversely proportional to the pressure on your heart. നിങ്ങളുടെ ബ്രെയിനിന്റെ ബീറ്റ വേവ്സ് എത്ര കൂടുന്നുവോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നൊരു ഫോർമുല തന്നെ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പറയുന്നുണ്ട്. The intensity of alpha wave in your brain is inversely proportional to the pressure on your heart. അതുകൊണ്ട് നമ്മളെ ഹൃദ്രോഗികൾക്ക് തന്നെ, പെട്ടെന്ന് സഡൻ ഹൃദ്രോഗം ഉണ്ടാകുന്ന ആളുകൾക്ക് തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു മരുന്ന് ബി ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ മരുന്ന്, ബ്രെയിനിലുള്ള ബീറ്റ വേവ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മരുന്നാണ് കൊടുക്കുക. ബീറ്റ വേവ്സിൽ നിന്ന് നമ്മളുടെ ബ്രെയിൻ വേവിനെ ആൽഫയിലേക്ക് മാറ്റുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഒരു ആരോഗ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഈ ബീറ്റ വേവ്സിൽ നിന്ന് നമ്മൾ ആൽഫ വേവിലേക്ക് മാറുമ്പോൾ നമ്മളുടെ ബ്രെയിനിന്റെ വേവ് ലെങ്ത് പിന്നെയും കുറയും. ബിറ്റ്വീൻ 8 and 13 ആണ് ആൽഫ വേവ്സ് എന്ന് പറയുന്ന മറ്റൊരു നമ്മുടെ ബ്രെയിൻ. ഈ ആൽഫ വേവ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന എപ്പോഴാണ് നമ്മളുടെ വളരെ ശാന്ത സമാധാനപൂർണവുമായിട്ടുള്ള വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ചില മൂമെന്റ്സിൽ മാത്രമേ ഈ ആൽഫ വേവ് നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവുകയുള്ളൂ. ഈ ആൽഫ വേവിനും നമ്മളുടെ മൈൻഡിനും നമ്മളുടെ ബ്രീത്തിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമ്മള് വളരെ സിവിയർ ആയിട്ടുള്ള, വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ വന്നിരുന്നിട്ടുണ്ടാകുന്ന ഒരു ഡീപ്പ് ബ്രീത്തിങ് ഉണ്ടല്ലോ, ആ ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ സമയത്ത് നമ്മളുടെ മൈൻഡ് മാറുകയാണ്, മൈൻഡിന് തന്നെ റിലാക്സ് കിട്ടുകയാണ്. ഈ റിലാക്സേഷൻ സമയത്താണ് നമ്മളുടെ ബ്രെയിനിൽ ബീറ്റ വേവ് മാറിയിട്ട് ആൽഫ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിലോ ചില സന്ദർഭങ്ങളിലോ മാത്രമേ ഈ ആൽഫ വേവ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ സാധാരണ ആധുനിക മനുഷ്യന്റെ ബ്രെയിനിൽ ഈ ആൽഫ വേവ് വളരെ വളരെ വിരളമാണ്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ജീവിതത്തിന്റെ പരക്കം പാച്ചല് നമ്മളുടെ ബ്രെയിനിൽ ഒട്ടുമുക്കാലും ഉണ്ടാവുക ബീറ്റ വേവ്സ് ആയിരിക്കും. ഇതിൽ നിന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾക്ക് ആൽഫ വേവ് ഉണ്ടാകുന്നു. ആൽഫ വേവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്നു. അപ്പോൾ
ഒരു റെഗുലർ യോഗ പ്രാക്ടീഷണർ അയാളുടെ ഡെയിലി ലൈഫിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അയാൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തെല്ലാം അയാൾ ഡീപ് ബ്രീത്തിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ ആദ്യം മുൻപ് പറഞ്ഞിട്ടുള്ള ലോവർ അബ്ഡോമിനൽ ഡീപ് ബ്രീത്തിങ്. അയാളുടെ ഓരോ ദിവസത്തിലും 1 മണിക്കൂറെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ ഒരു ലങ്സില് ഈ ഡീപ് ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് നടക്കുന്ന സമയത്ത് ഈ ഓക്സിജൻ കൺസംഷൻ കൂടുക മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് മാറുകയാണ്. ബീറ്റ സ്ട്രെസ് പ്രോൺ ബീറ്റ വേവ്സിൽ നിന്നും സ്ട്രെസ് ഇല്ലാത്ത ആൽഫ വേവിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഓരോ ദിവസത്തിലും ഒരു യോഗ പ്രാക്ടീഷണർ ബ്രെയിനിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ യോഗയുടെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള പഠനം കാണിക്കുന്നത്. ഇതൊരു യോഗ പ്രാക്ടീഷണർ മാത്രമേ അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളും നമ്മളെടുത്ത് ചോദിക്കും, അല്ല ഈ യോഗ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് എല്ലാ കാലവും പ്രാക്ടീസ് ചെയ്യണോ എന്നൊരു ചോദ്യം സാധാരണ എല്ലാവരും ചോദിക്കും. എല്ലാ കാലവും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണോ? എല്ലാ ദിവസത്തെയും നിങ്ങളെ ജീവിതം നല്ലതായിരിക്കണമോ? അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം. ഇത് ചെയ്യുന്നതോടുകൂടി മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷവും ആൽഫാവയും നിങ്ങളുടെ ബ്രെയിനിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒരു ആഹ്ലാദവും നിങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പൊ എന്തിനു നമ്മൾ ഈ ആനന്ദവും ദിവസേന നമ്മളെ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഈ ഒരു റിലാക്സേഷനിലൂടെ ഉണ്ടാകുന്ന ഈ ആനന്ദം സന്തോഷം നമ്മൾ എന്തിനു നഷ്ടപ്പെടുത്തണം? അതിലൂടെ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുകയാണ്, അതിലൂടെ നമ്മുടെ ആരോഗ്യത്തിലും പുരോഗതി കിട്ടുകയാണ്. ഇതെന്തിനു നമ്മൾ കളയണം? ഇതാണ് പ്രശ്നം. ഇനി മറ്റൊരു വേവും കൂടി, മറ്റൊന്ന് 2 വേവ്സും കൂടി നമ്മളെ ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ മനസ്സിന്റെ കൂടുതൽ പുരോഗമിച്ച അവസ്ഥയിൽ മറ്റൊരു വേവ് ഉണ്ടാകുന്നുണ്ട്. ആ വേവിന്റെ പേരാണ് തീറ്റ വേവ്സ് എന്ന് പറയും. തീറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ ആൽഫ വേവിനേക്കാളും കുറച്ചും കൂടിയും അതിന്റെ വേവ് ലെങ്ത് കുറഞ്ഞിട്ടുള്ളതായിട്ട് ബിറ്റ്വീൻ 4 and 7 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് തീറ്റ വേവ്സ്. തീറ്റ വേവ്സ് പലപ്പോഴും സാധാരണക്കാരന്റെ ബ്രെയിനിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. തീറ്റ വേവ്സ് സാധാരണ ഇന്ത്യൻ യോഗികളുടെ ബ്രെയിനിൽ തീറ്റ വേവ്സ് ഉണ്ടാവുന്ന പറയും. ചെറിയ കുട്ടികള്, നിഷ്കളങ്കന്മാരായ കുട്ടികളെ പലപ്പോഴും കുട്ടികളെ പല ആളുകളും കുട്ടികൾ ദൈവങ്ങളാണെന്ന് പറയും. കുട്ടികളും ദൈവങ്ങളും ഒരുപോലെയാണെന്ന് പറയും. എന്താ കാരണം? അത്രയും നിഷ്കളങ്കന്മാരാണ്. അവർക്ക് ജീവിതത്തിന്റെ യാതൊരു സ്ട്രെസ്സും ഇല്ല. അവരെപ്പോഴും ഒരുതരം ഒരു നാച്ചുറൽ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലാണ് കുട്ടികൾ എപ്പോഴും ഉണ്ടാവുക. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫീഡ് എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയെ, നമ്മളെ ബേബിയെ ശ്രദ്ധിച്ചാൽ ആ കുട്ടിക്ക് യാതൊരു ചിന്തയില്ല. ആ കുട്ടികളുടെ ബ്രെയിനിലാണ് മിക്കവാറും തീറ്റ വേവ്സ് ഉണ്ടാകുക. അപ്പൊ തീറ്റ വേവ്സ് മിക്കവാറും യോഗികള് ജീവിതത്തിന്റെ യാതൊരു സ്ട്രെസ്സും ഇല്ലാത്ത, യാതൊരു ചിന്തകളും ഇല്ലാത്ത, മനസ്സിന്റെ ചിത്തവൃത്തിയേ ഇല്ലാത്ത, മനസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ അനുനിമിഷവും ഓരോ പ്രശ്നങ്ങളെ ഉണ്ടാക്കി കുഴപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ മനസ്സിന്. ആ മനസ്സിന്റെ ആ തരത്തിലുള്ള മാനസിക വൃത്തികളെയാണ് നമ്മൾ ചിത്തവൃത്തി എന്ന് ആധ്യാത്മിക ഭാഷയിൽ അതിന് ചിത്തവൃത്തി എന്ന് പറയും. അപ്പൊ എല്ലാ യോഗങ്ങളുടെയും എല്ലാ ആധ്യാത്മിക സാധനങ്ങളുടെയും ലക്ഷ്യം ചിത്തവൃത്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ യോഗയിലും യോഗസൂത്രങ്ങളായിട്ടാണ് യോഗയുടെ തത്വങ്ങൾ പറയാം. അങ്ങനെ വരുമ്പോ യോഗ ചിത്തവൃത്തി നിരോധ, പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിലൊന്ന് ചിത്തവൃത്തിയെ നിരോധിക്കുക. ഈ ചിത്തവൃത്തിയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറെ സമയത്തേക്ക് ചിത്തവൃത്തി ഇല്ലാണ്ടാക്കി കളയാം. അപ്പോഴാണ് മാത്രമേ നമ്മൾ സകല രോഗത്തിൽ നിന്ന് നമ്മൾ മുക്തനാകുന്നുള്ളൂ. ആ സ്റ്റേറ്റില്, അതായത് ഒരു ഡീപ്പർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് നമ്മളുടെ ബ്രെയിനിൽ തീറ്റ വേവ്സ് ഉണ്ടാകുന്നത്. നമ്മളെ മൈൻഡിന് ആക്ടിവിറ്റിയേ ഇല്ലാത്തൊരവസ്ഥ. അത് വാസ്തവത്തില് അൺഎക്സ്പ്ലിക്കബിൾ ആണ്. നമുക്കിപ്പോ അങ്ങനെ വിവരിക്കാൻ പറ്റില്ല. അത് നമ്മള് പലപ്പോഴും ചില നിമിഷങ്ങളിൽ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ കഴിയുമായിരിക്കാം. കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്, നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. ഇതാണ് ഈ ഡീപ് ബ്രീത്തിങ് അല്ലെങ്കിൽ യോഗയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള യോഗ പദ്ധതിയിലുള്ള പ്രാണായാമത്തിലൂടെ നമ്മളെ ബ്രെയിനിന് സംഭവിക്കുന്നത്. ബ്രെയിനിന് ഇനിയും പല മാറ്റങ്ങളും. യോഗ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. വാസ്തവത്തില് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവവും ബ്രെയിനാണ്. അതുകൊണ്ട് സംസ്കൃതത്തിൽ പറയും ഉത്തമാംഗം ശിരസ്സല്ലോ എന്ന്. ശിരസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലുള്ള സംവിധാനം. മനുഷ്യന്റെ മസ്തിഷ്കമാണ്
ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള മനുഷ്യന്റെ മസ്തിഷ്കമാണ് ഏറ്റവും കൂടുതൽ വികസിതമായിട്ടുള്ളത്. ഈ വികസിച്ച മനുഷ്യന്റെ മസ്തിഷ്കത്തില് കോടിക്കണക്കിന് മസ്തിഷ്ക കോശങ്ങൾ, ന്യൂറോൺസ് ഉണ്ട്, ബ്രെയിൻ സെൽസ്. ഏറ്റവും കൂടുതൽ ന്യൂറോണുള്ള മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കമാണ്. ഒരു ഈച്ചയിലോ ഒരു തേനീച്ച പോലെയുള്ള ഒരു ജീവിയുടെ മസ്തിഷ്കത്തില് 6 or 8 മസ്തിഷ്ക കോശങ്ങൾ, ന്യൂറോൺ ഉണ്ടെങ്കിൽ, ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സെല്ലിനെയാണ് ന്യൂറോൺ എന്ന് പറയാം. ന്യൂറോൺ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ 16 കോടിയാണ് പറയുന്നത്. ബ്രെയിനിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള, ബ്രെയിൻ സ്റ്റഡിയില് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ജോർജ് ഫെറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയാണ്, മനുഷ്യ മസ്തിഷ്കത്തിനെ കുറിച്ചുള്ള പഠനം ഇനിയും 100-300 വർഷം കഴിഞ്ഞാൽ പോലും മനുഷ്യരാശി പഠനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സംശയമാണെന്ന് ജോർജ് സ്പെറിക് അദ്ദേഹത്തിന് മസ്തിഷ്കത്തിന് 2 ഗോളാർത്ഥങ്ങളുണ്ട്, 2 ലോബ്സ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോബ്സ് ഉണ്ട് മനുഷ്യന്റെ മസ്തിഷ്കം. ലെഫ്റ്റ് ലോബിനുള്ളതിനേക്കാളും എത്രയോ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആണ് നമ്മളുടെ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ. ഈ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിനിലാണ് നമ്മൾക്ക് ഇൻറ്റ്യൂഷണൽ നോളജ് ഉണ്ടാകുന്നത്. ശാസ്ത്രത്തിന്റെയും ഈ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ ഉണരുന്ന സമയത്താണ് നമ്മളുടെ മസ്തിഷ്കത്തിലുള്ള പരമാവധി ബ്രെയിൻ സെൽസ് അവേക്കൻഡ് ആകുന്നത്. നമ്മളുടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവികളുടെ മസ്തിഷ്കം വരെ 10%-ഓ 15%-ലോ അധികം വികസിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ആകെ മസ്തിഷ്കത്തിന്റെ ആ കപ്പാസിറ്റിയുടെ 15% പോലും ഏറ്റവും വലിയ ലോകം കണ്ട ബുദ്ധിജീവികൾക്ക് പോലും വികസിച്ചിരുന്നില്ല എന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻമാരിയുള്ള ആളുകൾക്ക് പോലും അത്രയേ വികസിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ, അതിനെ വികസിതമാകുക എന്നുള്ളതാണ് ഈ ആൽഫ വേവ്, തീറ്റ വേവ് പോലുള്ള വേവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇതാണ് വാസ്തവത്തില് ഈ ഇന്ത്യൻ യോഗികളുടെ ഈ മെഡിറ്റേഷൻ മാതിരിയുള്ള മെത്തേഡിലൂടെ സംഭവിക്കുന്നതും ഈ അവൈക്കനിങ് ഓഫ് ദി റൈറ്റ് ലോബ് ഓഫ് യുവർ ബ്രെയിൻ, ഇതും കൂടിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യോഗികൾ പല കാര്യങ്ങളും, ഇപ്പൊ 1000-5000 വർഷത്തെ പഴക്കമുള്ള യോഗ അത്യന്ത ആധുനിക ശാസ്ത്രത്തിന് ഒരു സഹായകമായി തീരാനും കാരണം ഇന്നത്തെ ശാസ്ത്രം മുന്നോട്ട് കണ്ടിട്ടുള്ള ആ അറിവ് 5000 വർഷങ്ങൾക്ക് മുമ്പ് യോഗയിലൂടെ വികസിച്ചിട്ടുള്ള റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ വികസിച്ച ഒരു യോഗികളുടെ ബ്രെയിനിൽ ഉണ്ടായതിന്റെ ഫലമാണ്. അത് ഇന്ത്യൻ യോഗികളുടെ മാത്രം പ്രത്യേകതയല്ല, നമ്മളുടെ ആധുനിക ശാസ്ത്രത്തിലും പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലും ഉണ്ടായിട്ടുള്ളത് മുഴുവൻ മനുഷ്യന്റെ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ അവൈക്കൻഡ് ആകുന്ന സമയത്ത്, കൂടുതൽ വികസിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രം തന്നെ പറയാറുണ്ട്. സാധാരണ നമ്മളെ കെമിസ്ട്രി പഠിക്കുമ്പോൾ കെമിസ്ട്രിയിലുള്ള ഒരു ഹാലജൻ ബെൻസിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ അറ്റോമിക് സ്ട്രക്ചർ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കെക്കുലെ എന്ന് പറയും. കെക്കുലെ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് അറ്റോമിക് സ്ട്രക്ചർ ഓഫ് ബെൻസിൻ. കെമിസ്ട്രി പരിചയമുള്ള ആളുകൾക്ക് അറിയാം. ബെൻസിന്റെ അറ്റോമിക് സ്ട്രക്ചർ, ഒരു ഹെക്സഗൺ രൂപത്തിലുള്ള അറ്റോമിക് സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു കെക്കുലെ എന്ന് പറയും. അദ്ദേഹത്തിന് അദ്ദേഹം വർക്കൗട്ട് ചെയ്ത് സാധിക്കാതെ അദ്ദേഹത്തിന് ഒരു സാധാരണ ഭാഷയിൽ പറയുന്ന അദ്ദേഹത്തിന് ഒരു നിദ്രയില്, ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നപ്പോഴാണ് ഈ ബെൻസിൻ റിങ് മനസ്സിൽ വന്നത്. ഒരു പാമ്പ്, ആ പാമ്പിന്റെ തന്നെ വാല് വിഴുങ്ങുന്നതായിട്ടുള്ള ഒരു രൂപം അദ്ദേഹം കണ്ടതാണ്. വാസ്തവം പറഞ്ഞാൽ ഇത് വെറും ഉറക്കത്തിൽ കാണുന്നതല്ല, റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ അവൈക്കൻഡ് ആകുന്ന സമയത്താണ് പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ തന്നെ ഉണ്ടാകുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക്. ഇന്ത്യയിലുള്ള യോഗികൾക്കും ഇവർക്ക് മാത്രം ഉണ്ടാകുന്നതല്ല, ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യനും ഉണ്ടാകുന്നതാണ്. പല മാത്തമാറ്റിക്സിലുള്ള പല തിയറംസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പല ശാസ്ത്രജ്ഞന്മാർക്കും കഴിഞ്ഞിട്ടുള്ളത് ഈ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ അവൈക്കൻഡ് ആകുന്നത്. ഇപ്പൊ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിനിലാണ്
നമ്മുടെ മ്യൂസിക്, പിന്നെ പോയിട്രി, അതുമാതിരിയുള്ള എന്താ പറയാ ക്രിയേറ്റിവിറ്റി. ഇറ്റ് ഈസ് ദ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ ഇസ് സെറ്റ് ടു ഹാവ് ദ ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറയാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബ്രെയിൻ റൈറ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ ആണ്. അപ്പൊ യോഗയിലൂടെ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ബീറ്റയിൽ നിന്ന് ആൾഫയിലേക്കും ആൾഫയിൽ നിന്ന് തീറ്റയിലേക്കും ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു യോഗി അല്ലെങ്കിൽ ഒരു യോഗ പ്രാക്ടീഷണറുടെ ഉള്ളിൽ മെഡിറ്റേഷൻ എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഈ മെഡിറ്റേഷൻ ഒരേ സമയത്ത് നമ്മൾക്ക് ഫിസിയോളജിക്കലായിട്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാനും അതേ സമയത്ത് നമ്മളുടെ മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവാരണത്തിനും, മനുഷ്യരാശി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവാരണത്തിനും പരിഹാരമായിട്ടുള്ളത് ഈ ദ മാക്സിമം ഡെവലപ്മെന്റ് എക്സ്പാൻഷൻ ഓഫ് യുവർ ബ്രെയിൻ എന്നുള്ള ഒരു വലിയ ലക്ഷ്യവും കൂടി ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ വിഷയത്തിന്റെ വ്യാപ്തി. അതുകൊണ്ട് ഈ വെറും ഓക്സിജൻ കൺസംഷനിലൂടെ മാത്രം നമ്മളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, ഇതാണ് യോഗിക് എവല്യൂഷൻ എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ള അഷ്ടാംഗ യോഗത്തില് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, അങ്ങനെ ഒരു 8 ഫോൾഡ് യോഗ എന്ന് പറയും. ഈ 8 അതിലേക്ക് നമ്മൾ അങ്ങോട്ട് അധികം കടക്കുന്നില്ല. അത് കുറെ ഒരു സ്പിരിച്വൽ ലെവലിൽ ആയിപ്പോകുന്നതുകൊണ്ട് നമ്മൾ വിരസമാകുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തായാലും ഈ ഇന്ത്യൻ യോഗിക് സ്പിരിച്വൽ പ്രാക്ടീസ് ഇത് വെറും സ്പിരിച്വൽ പ്രാക്ടീസ് അല്ല. നിങ്ങളുടെ ഇന്ന് ജീവിക്കുന്ന നിങ്ങളുടെ ഫിസിയോളജിക്കൽ എൻറ്റിറ്റി ഉണ്ടല്ലോ, ഈ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ നിലനിൽപ്പിനും ഈ സ്പിരിച്വൽ പ്രാക്ടീസിന്റെ ടച്ച് നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്നു. അതുകൊണ്ട് യോഗ എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല, വളരെ വലിയൊരു വിഷയമാണ് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും ചുരുക്കത്തില് ഈ കാര്യങ്ങൾ പ്രതിപാദിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ കാര്യത്തിലുള്ള എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളൊക്കെ മറ്റ് സമയങ്ങളിൽ നമുക്ക് ഒരു ചർച്ചാ രൂപത്തിൽ ഒരു വലിയ വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയേ തൽക്കാലം പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പ്രോഗ്രാം പങ്കെടുത്ത മുഴുവൻ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദാറ്റ് വണ്ടർഫുൾ എക്സ്പോസിഷൻ. വളരെ നല്ലോണം യോഗയുടെ എല്ലാ റിലവന്റ് ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ട് സാറേ. അത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ബെറ്റർ ആയിരുന്നു ഈ സെഷൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് പല പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലാണ് നമ്മളുടെ ഫോക്കസ്. പക്ഷേ അതിന്റെ അണ്ടർലൈൻ സയൻസും അതിന്റെ ലോജിക്കും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈ സെഷനിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ എക്സ്പോസിഷൻ. നമുക്ക് സമയമുണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് എടുത്താലോ സാറേ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെർമിഷൻ സർ? സാർ കേൾക്കുന്നു? ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ സാറേ? ഹലോ, എനിക്ക് തോന്നുന്ന കണക്ടിവിറ്റിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. അതെ അതെ അതെ, രാവിലോട്ട് തന്നെ കണക്ടിവിറ്റി ചെറിയ പ്രോബ്ലം ഉള്ളതാണ്. സാറേ ഇപ്പം 1-2 ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റുമോ സാറിന് സമയമുണ്ടെങ്കിൽ? ശരിയാണോ? ഹലോ സാറേ കേൾക്കുന്നുണ്ട് സാറേ. ശരി പറയൂ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് സംശയങ്ങൾ ചോദിക്കായിരുന്നു സാറിനോട്. തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം. അതെ, ചോദിച്ചോളൂ, എന്ത് സംശയം?
ഡൗട്ട് ഉള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ജോർജ് സാറേ, സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. ആ സാറേ. ഹലോ ടീച്ചറെ, ഒരു സംശയം ചോദിക്കാം സാറേ. ചോദിച്ചോട്ടെ? സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേൾക്കാമോ? ചോദിച്ചോളൂ സാറേ. എടുക്കാം സാർ, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഒരു സംശയം. ഞാൻ ഒരിക്കലും ഒരു റേഡിയോ ടോക്ക്, ഒരു റേഡിയോ പ്രോഗ്രാം കേട്ടപ്പോ ഞാൻ കേട്ടതാണ്, ബ്രെയിനിന്റെ മെയിൻ ഫങ്ഷൻസും നടക്കുന്നത് ബ്രെയിനിനകത്തെ ചില കോൺസെൻട്രേറ്റഡ് ഏരിയകൾ, അതായത് എന്താണ് പിന്നെ ന്യൂറോ ഹോംസ് എന്നാണ് റേഡിയോ പ്രോഗ്രാമിനകത്ത് പറഞ്ഞത്. അപ്പൊ അത് പിന്നീട് ഞാൻ സൈറ്റിലും പലരും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഈ വാക്ക് തന്നെ പിന്നെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു ഫോറിൻ റേഡിയോ പ്രോഗ്രാമിനകത്താണ് ഞാൻ കണ്ടത്. ബ്രെയിൻ അതിന്റെ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ടേം ഞാൻ കേട്ടത്. പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനോ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുകയോ ചെയ്തിട്ടില്ല. സാർ എവിടെയെങ്കിലും ഇങ്ങനെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വർക്കോ ചില ബുക്സ് വേണമെങ്കിൽ ഞാൻ സാറിന് പറഞ്ഞുതരാം. അധികം എൻ്റെ അടുത്ത് വലിയ ബുക്കിൽ നമ്മൾ റെഫർ ചെയ്തെടുക്കണത് നെറ്റിൽ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ബ്രെയിൻ വേവ്സിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള നമ്മള് ഞാൻ പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിനെ കുറിച്ച് നെറ്റിൽ അടിച്ചാൽ ചിലപ്പോൾ കിട്ടും. ജോർജ് ഫെറിക്കിനാണ് ബ്രെയിൻ സ്റ്റഡീസിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസിനെ കുറിച്ച് എനിക്ക് അധികം കിട്ടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ രാമകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫ് സയൻസ് ഒരു ഡീൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നില്ല, അദ്ദേഹം ഇപ്പൊ അവിടുന്ന് മാറിപ്പോയി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എനിക്ക് പറഞ്ഞു തന്നത്. ഇതിനെ ഞാൻ യോഗയുടെ ഈ ഡെവലപ്മെന്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. ഓക്കെ സാറേ, ഞാനതൊന്ന് നോക്കാം. ഈ ജോർജ് ഫെറിക് ഞാനത് നോക്കട്ടെ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഈ ടേം ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കൂടുതലൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ബ്രെയിൻ വേവ്സിനെ കുറിച്ച് സാധാരണ പഠനം നമുക്ക് അറിയണമെങ്കിൽ, ഈ വേവ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ന്യൂറോ സർജന്റെ അടുത്ത് തന്നെ ഇതിന്റെ EEG കിട്ടുമോ, ഇത് നമ്മളെ ബ്രെയിനിൽ അറ്റ് പ്രസന്റ് ഏത് വേവ് ആണുള്ളത് എന്നുള്ളത് EEG എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ഉണ്ട്. ECG മാതിരി EEG, ഇലക്ട്രോ എൻസിഫലോഗ്രാഫ്. അത് നമ്മളെ ബ്രെയിനിൽ ബീറ്റ വേവ്സ് ഉണ്ടാകുമ്പോൾ റെഡ് കളറ്, മറ്റേ ആൽഫ ഉണ്ടാകുമ്പോ യെല്ലോ, മറ്റേത് ഉണ്ടാകുമ്പോ ഇങ്ങനെയുള്ള കളർ ചേഞ്ച് കൊണ്ട് നമ്മൾക്ക് തന്നെ നമ്മളെ ബ്രെയിൻ വേവ്സിന് റീഡ് ചെയ്യാൻ പറ്റും. ഈ ചേഞ്ച് ഓഫ് ബ്രെയിൻ വേവ് നമുക്ക് മനസ്സിലാവും. നമ്മളെ ബ്രെയിനിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യോഗ പ്രാക്ടീഷണേഴ്സ് അതിന് സാധാരണ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാവും. ശരി, താങ്ക് യു സാർ. നമസ്കാരം. ചോദിച്ചോളൂ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ സംശയം ചോദിക്കാന്? ഹലോ, ആർക്കൊക്കെ സംശയം ചോദിക്കാനുണ്ടോ? ഹലോ ഇല്ല മാഡം, ഇല്ല. എന്നാ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ സാറേ? ശരി. മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോ. അതല്ല സാറ് പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ സാറേ. പറഞ്ഞ പോലെ ഏറ്റവും വളരെ ഭംഗിയായിട്ട് സാറ് പറഞ്ഞ കൺക്ലൂഡ് ചെയ്തോട്ടെ സാറേ. ഹലോ പ്രസന്ന മാഡം. സാർ മാഡം ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട ബാലകൃഷ്ണൻ സർ, രാജേഷ് സർ, പ്രമീള മാം, മറ്റു ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. സംശയം എന്ന് പറഞ്ഞാല് പെട്ടെന്നൊരു സംശയം ചോദിക്കുക, അത്ര വിശദമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് വായിച്ചിട്ട് എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ചിട്ട് വേണം സംശയം ചോദിക്കാൻ. പിന്നെ നമ്മൾ ഈ ഏത് യോഗയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന തരത്തിലൊക്കെ ഉള്ളത്, അതിപ്പോ പെട്ടെന്ന് കൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാം. യോഗയില് നമ്മളൊരു സ്പെസിഫിക് യോഗയല്ല, യോഗ ഇൻ ടോട്ടോ ഇറ്റ് ഇസ് എ പ്രോഗ്രാം. അപ്പൊ യോഗയിൽ നമ്മളെ യോഗ എന്ന് പറഞ്ഞ ആളുകൾ സാധാരണ മനസ്സിലാക്കുന്ന യോഗ ആസനാണ്. യോഗ ആസന ഈസ് ഓൺലി ദി എന്താ പറയാ നഴ്സറി ക്ലാസ് ഇൻ യോഗ.
യോഗ, ദ പർപ്പസ് ഓഫ് യോഗ ഈസ് പ്രാണായാമം. ശാസ്ത്രീയമായ ശ്വസനം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. ഒരു ഫിസിക്കൽ ആക്രോബാറ്റിക് കൊണ്ടൊരു യോഗ, ആളുകളെല്ലാം പോയി ഓൺലൈനും യോഗയും തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആകുന്നതുകൊണ്ട് ഒരു വലിയ പ്രശ്നം, ആസനങ്ങൾ ചെയ്ത് പഠിക്കുന്നതാണ് യോഗ എന്നാണ് ആളുകളുടെ ധാരണ. ആസനങ്ങളുടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദി എക്സ്പാൻഷൻ ഓഫ് യുവർ ലങ്സ് ഇൻ ടോട്ടോ. മേലെ തട്ട് മുതൽ അടിത്തട്ട് വരെ ശ്വാസകോശത്തിന്റെ വികാസമാണ് യോഗയുടെ ലക്ഷ്യം. അതിനെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയാം. പ്രാണായാമത്തിന് വേണ്ടിയാണ് യോഗ ചെയ്യുന്നത്. അതുകൊണ്ട് യോഗ ഒരു സാധാരണ വ്യായാമമേ അല്ല. ഒരു പ്രാണായാമം ശ്വാസകോശത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യായാമമാണ്. അതിന്റെ മൾട്ടിഫോൾഡ് ഇഫക്റ്റ് ആണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണിത്. എല്ലാ ആളുകളും യോഗ വ്യായാമം നമ്മൾ നടക്കുന്ന മാതിരിയോ ഓടുന്ന മാതിരിയോ ഉള്ള ഒരു ഫിസിക്കൽ ആക്രോബാറ്റിക് ആണ് യോഗ എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ടോട്ടലി റോങ്. ഇറ്റ് ഈസ് ഓൺലി the first stepping stone to higher yoga. Asanam is said to have the stepping stone to higher yoga. Higher yoga starts from pranayama onwards. ഇതാണ് മനസ്സിലാക്കേണ്ടത്. So try to develop your capacity of pranayama. അതെ, അതാണ് നമുക്ക് സാധാരണക്കാർക്ക് പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എക്സസൈസ്, ബോഡി വളരെയായിട്ട് വളച്ചും തിരിച്ചു കൊടുക്കുന്ന. അതാണ് ആളുകൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ ആഴ്ചയില് ഒരു 30-35 വയസ്സിന്റെ ഇടയിലുള്ള കുറെ കാൻഡിഡേറ്റ്സ് യോഗ പ്രാക്ടീസിന് ചർച്ച. നല്ല അവരെ കണ്ട വെൽ ബിൽറ്റ് ആണ്, നല്ല ജിമ്മിലൊക്കെ പോയിട്ടുള്ള കുട്ടികളാണ്. അവർ യോഗയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സിൽ നിന്നിട്ട് അവരോട് നിങ്ങൾ കുറെ നേരം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറയുമ്പോൾ ഒരു 6, 8, 10 പ്രാവശ്യം അവർക്ക് ശ്വസിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു യോഗാസനം ഞാൻ പറയാം. എന്താന്ന് ചോദിച്ചാൽ, നമ്മള് ചെറിയ കുട്ടികള് കമിഴ്ന്ന് കടന്നിട്ട് അവരുടെ നെഞ്ഞിന്റെ ഭാഗവും തലയുടെ ഭാഗവും ഉയർത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടികള് കുറെ ദിവസം കഴിഞ്ഞ് ജനിച്ച് കുറെ ദിവസം കഴിയുമ്പോൾ കമിഴ്ന്ന് കിടക്കുമല്ലോ. കേൾക്കുന്നുണ്ടോ? കമിഴ്ന്ന് കിടക്കുമല്ലോ. ആ കമിഴ്ന്ന് കടന്നിട്ട് ആ കുട്ടിയുടെ നെഞ്ഞിന്റെ ഭാഗവും വയറ് അല്ലെങ്കിൽ അടിവയറിന് എടുത്ത് വെച്ചിട്ട് ആ ചെസ്റ്റിന്റെ ഭാഗവും കഴുത്തിന് തല ഉയർത്തിയിട്ട് നിൽക്കുന്ന ഒരു ചെറിയ കുട്ടികളുടെ ഒരു പോസ് ഉണ്ട്. ഇറ്റ് ഇസ് എ ബേസിക് യോഗ പോസ്ചർ. അത് ആ കുട്ടിയുടെ ആ പോസിൽ നിന്നുകൊണ്ട് ഒരു 10, 30, 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് എത്ര തവണ കണ്ടിന്യൂസ് ആയിട്ട് ഡീപ്പായിട്ട് ശ്വസിക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്താണ് നമ്മള്. പലപ്പോഴും കഴിയുന്നില്ല. 30 വയസ്സുള്ള ഒരു ടീ ടോളർക്ക് സാധിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഐ ആം നിയറിങ് 75. I am able to breathe 50 or 100 times in that pose. And this is the difference. And this is the purpose of a yoga posture. ഒരു യോഗ പോസിൽ നിന്നുകൊണ്ട് നിങ്ങൾ എത്ര തവണ നന്നായിട്ട് ഡീപ്പായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോവർ അബ്ഡോമിനൽ ബ്രീത്തിങ് നിങ്ങൾക്ക് എത്ര തവണ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ടെസ്റ്റ്. ഇങ്ങനെ നിങ്ങൾ ഒരു 4 or 5 പോസ് ചെയ്താൽ മതി. ആ പോസിലൂടെ നിങ്ങളുടെ ബോഡിയിൽ, ലങ്സിൽ, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് അതാണ്. ദാറ്റ് ഇസ് ദ ഷീറ്റ് ആങ്കർ ഓഫ് യോഗ. താങ്ക് യു സർ. അപ്പൊ നമ്മള് പ്രാണായാമത്തിലേക്കാണ് തീവ്രമായിട്ട് പോകേണ്ടത്. പ്രാണായാമത്തിൽ പോകണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ആസന ഓൺവേർഡ്സ്. ആസനത്തിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ പ്രാണായാമം ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാം. ദാറ്റ് യു യുവർസെൽഫ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ലോങ് യു ക്യാൻ ബ്രീത്ത് ഇൻ എ പോസ്ചർ. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മനസ്സിലായോ? അത് ഓരോ ദിവസവും മനസ്സിലാവും നമുക്ക്. ഇന്ന് എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ, എന്തെങ്കിലും എന്റെ തകരാറായി പോയാൽ ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ ഇന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ഡേ എനിക്ക് തിരുത്താവണമെങ്കിൽ, അപ്പൊ ഓരോ ദിവസവും നിങ്ങളുടെ ബോഡീനെ ശരിക്കും ബാലൻസ്ഡ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രാക്ടിക്കൽ വേയും കൂടിയാണ് യോഗ എന്ന് പറയുന്നത്. ക്ലിയർ? ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ കാര്യത്തിനും ഒറ്റമൂലി യോഗ. ഒറ്റമൂലിയാണ്. സംശയം എന്താ? അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ മനസ്സിന്റെ ചേഞ്ച് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നു, ബ്രീത്ത് ചേഞ്ച് മൈൻഡിൽ ഉണ്ടാകുന്നു, മൈൻഡ് ചേഞ്ച് ബ്രെയിൻ വേവ്സിൽ ഉണ്ടാകുന്നു. ഇതിലൂടെ നമ്മൾ അൾട്ടിമേറ്റ്, ഇപ്പൊ യോഗികളൊക്കെ പറയുന്ന ആത്യന്തിക ദുഃഖ നിവാരണമാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാ പറയാ. അതാണ് യോഗികളുടെ ഫിലോസഫി. ആത്യന്തിക ദുഃഖ നിവാരണം. നിങ്ങളുടെ ജന്മം തന്നെ ഒരു ദുഃഖമാണ്. ആ ദുഃഖത്തിൽ നിന്നും കൂടിയുള്ള നിവാരണം,
അതിലേക്കാണ് യോഗ. അത് നമ്മൾ അൾട്ടിമേറ്റ് ആണ്, അതിലേക്ക് നമ്മൾ പോണ്ട. നമ്മൾ സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മളുടെ രോഗനിവാരണം സുഖം തുടങ്ങിയിട്ട് ആത്യന്തികമായ ദുഃഖ നിവാരണത്തിനുള്ള സകല പ്രോഗ്രാംസും ഈ യോഗ എന്ന് പറയുന്ന ഈ 2 വാക്കിൽ അടങ്ങുന്ന ഇതില് അടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. താങ്ക് യു സർ. തീർച്ചയായിട്ടും യോഗ വഴിക്ക് തന്നെ നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്ത് ഈ സ്പീച്ച് കേട്ടതിന് ശേഷം കുറച്ച് തുടങ്ങി. ഇപ്പൊ വളരെ വിശദമായിട്ടാണ്. എന്തെങ്കിലും സംശയം വിളിച്ചാൽ മതി. പേഴ്സണലായിട്ടോ എപ്പോഴും സൗകര്യം വന്നാൽ മതി. ഈ സമയത്തല്ലേ യോഗ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മളെ യോഗ സെന്ററിലൊക്കെ അതിനുള്ള എല്ലാ ഇതും ഉണ്ട്. നമ്മുടെ കോവിഡ് ഇതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഏറ്റവും സൗകര്യമായി ഈ ലോക്ക്ഡൌൺ പീരീഡിൽ യോഗ പഠിക്കാൻ ഏറ്റവും നല്ലതാണ്. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ അതോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവോ സാറേ? ഹലോ ഹലോ ആരോ ചോദിക്കുന്നുണ്ട്. ഹലോ സർ. ചോദിച്ചോളൂ. ഫിദ ചോദിച്ചോളൂ. ഞാന് കുറെ വർഷങ്ങളായിട്ട് ആസ്മയുള്ള ഒരാളാണ്. അപ്പോ ഈ യോഗ ചെയ്യുമ്പോ എനിക്ക് എന്റെ ആസ്മയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കുറവ് വരുത്താൻ പറ്റും? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് ഈ മാസം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. MBA പഠിച്ചിട്ട് ഗൾഫിൽ ഒരു നല്ല അക്കൗണ്ടന്റ് ജോലി ഉണ്ടായിരുന്ന ഒരു ആസ്മ പേഷ്യന്റ്, അയാൾ ജോലിയൊക്കെ വിട്ടിട്ട് ഈ വടകര തന്നെയുള്ള ആളാണ്. അയാൾ അഡ്രസ്സും എല്ലാം തരാം. അയാള് ആസ്മയായിട്ട് വന്നു ഒരു 2 മാസം മുമ്പേ. 1 മാസത്തെ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് അയാളുടെ ആസ്മ 100% മാറി. മാറിയത് മാത്രമല്ല, അയാൾ കോവിഡ് പോസിറ്റീവ് അയാൾക്ക്. കോവിഡ് പോസിറ്റീവായിട്ട് ഒരു ചെറിയ തൊണ്ടവേദന പോലും ഇല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായി. ഒരു അനുഭവം, അയാളുടെ അഡ്രസ്സും പേരും എല്ലാം വേണമെങ്കിൽ ഞാൻ തരാം. അതേപോലെ ഒരു MD പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആസ്മയ്ക്ക്, ഐ മൈസെൽഫ് വാസ് എൻ ആസ്മ പേഷ്യന്റ്. ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഞാൻ ഒരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു previously. Without taking a bit of modern medicine, I absolutely was able to cure my asthma. I myself is a glowing example for curing asthma. ഞാൻ ആസ്മാറ്റിക് ആയിരുന്നു. എനിക്ക് ജനറ്റിക്കലായിട്ട് തന്നെ ആസ്മ ഉണ്ടായിരുന്നു. എൻ്റെ പാരൻസിന് വരെ കുറച്ചുണ്ടായിരുന്നു. എന്നിട്ട് for the last 40 years I am absolutely free from asthma. വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. I will give you more advices. ഓക്കെ സർ, ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. താങ്ക് യു സർ. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഫോണിൽ കോൺടാക്ട് ചെയ്യേണ്ടത് മാഡം തരും എൻ്റെ ഫോൺ നമ്പർ. ശരി സർ, താങ്ക് യു. ശരി, ഓക്കെ. ചോദിച്ചോളൂ. അല്ല ജസര, ഞാനായിരുന്നു സാറേ, പ്രമീലയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ സാറിനോട്? ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു സാറേ. കൺക്ലൂഡ് ചെയ്യട്ടെ ഞാൻ ഹലോ സാർ. ബഹുമാനപ്പെട്ട ഡോക്ടർ ബാലകൃഷ്ണൻ സർ, രാജേഷ് സർ, അതുപോലെ ഇവിടെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമ്മുടെ സാറിന്റെ ക്ലാസ് പറഞ്ഞ പോലെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് എപ്പോഴും സാറിന്റെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അതുപോലെ തന്നെ അതേ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. നമുക്ക് നമ്മുടെ സാറിന്റെ വിലപ്പെടുത്തിയ സമയം നമുക്ക് വേണ്ടി ഇത്രയും നേരം ചെലവഴിക്കുകയും സാറിന്റെ അനുഭവങ്ങളും അതുപോലെ അറിവുകളും നമുക്ക് പകർന്നു തരികയും ചെയ്തിരിക്കുന്ന ബാലകൃഷ്ണൻ സാറിനോട് ഞാൻ നമ്മുടെ ഇഗ്നോ റീജിയണൽ സെന്റർ വടകരയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നല്ല ഒരു യോഗ ദിനവും അതുപോലെ തന്നെ യോഗയിലേക്ക് നല്ലൊരു ഫ്യൂച്ചർ, യോഗയുടെ ആത്മസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് ഒരു സ്പിരിച്വൽ ലെവലിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവർക്കും അത് നടത്താനാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.